പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മുറ്റത്ത് അരണ്ട വെളിച്ചം, കൊലായിൽ കനത്ത ഇരുട്ടിൽ കത്തുന്ന ബീഡിയുടെ മിന്നൽ. മദ്രസയിൽ രക്ഷകർത്താക്കളുടെ യോഗം കഴിഞ്ഞ് മടങ്ങി വരികയാണ് ഷാക്കിറും ഉമ്മയും. ഉമ്മയുടെ ചുമലിൽ തളർന്നിറങ്ങുന്ന കുഞ്ഞ്. ബാപ്പ ടൗണിൽ നിന്ന് വരും മുമ്പേ വീട്ടിലെത്തണമെന്നായിരുന്നു ആഗ്രഹം. പ്രസംഗം കഴിഞ്ഞ് ആളുകൾ പിരിയാൻ സമയമെടുത്തു. മദ്രസ ഹാൾ നിറയെ പെണ്ണുങ്ങളായിരുന്നു. പുറത്തിറങ്ങാൻ വല്ലാതെ സാഹസപ്പെട്ടു. ഷാക്കിർ ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുകയായിരുന്നു. വാതിൽ പൂട്ടിയാണ് പോന്നത്. താക്കോൽ ഷാക്കിറിൻ്റെ പോക്കറ്റിൽ തന്നെയുണ്ട്. വളരെ വേഗത്തിൽ നടന്നു വരികയായിരുന്നു. ബാപ്പ എത്തും മുമ്പേ വീട്ടിലെത്താൻ. ബീഡിയുടെ മിന്നൽ കണ്ടപ്പോൾ നടത്തം നിന്നു. പാദങ്ങൾ നിശ്ചലമായി. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ഷാക്കിർ ധൈര്യം സംഭരിച്ചു മുമ്പോട്ട് നടക്കാൻ. അവൻ ഉമ്മയുടെ കൈക്ക് പിടിച്ചു വലിച്ചു. അവർ അനങ്ങിയില്ല. ഷാക്കിർ മെല്ലെ പാദങ്ങൾ വെച്ചു. ഒരടി, രണ്ടടി. മെല്ലെ കൊലായിലേക്ക് കയറി. പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്തു. വാതിലിൻ്റെ ദൂരം തടവി മനസ്സിലാക്കി. താക്കോൽ തിരുകി. പിന്നെ ശക്തിയായി തിരിച്ചു. അത്ഭുതം! പൂട്ട് തുറന്നു. വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഷാക്കിർ അകത്ത് കയറി. കനത്ത ഇരുട്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മ പകച്ചു നിൽക്കുന്നു. ഫൂ! പാപ്പ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. ഉമ്മ ഞെട്ടി. ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു തുപ്പലുണ്ട്. എന്താടി? ഒരലർച്ച. ഉമ്മക്ക് വിറയൽ തുടങ്ങി. എന്താടി നിന്റെ ബാപ്പക്ക്? നീ അയാളെ കാണാൻ പോയോ? എടിവിട്ടേറ്റും പോലുള്ള ചോദ്യം. ഉമ്മ നിശബ്ദം. ഉരിയാടിയില്ല. നാവില്ലേടി നിന്റെ വായിൽ? മറുപടിയില്ല. നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി. ഷൈത്താൻ! ബാപ്പ എന്തു പറഞ്ഞടി? ബാക്കി പൈസ എവിടെ? പണ്ടമെവിടെ? ഉമ്മയുടെ മനസ്സിൽ തീക്കനലുകൾ എരിയാൻ തുടങ്ങി. പ്രായം ചെന്ന ബാപ്പ, തന്നെ ഓമനിച്ചു വളർത്തിയ ബാപ്പ, ഈർക്കിൽ കൊണ്ടുപോലും തന്നെ അടിച്ചു വേദനിപ്പിച്ചിട്ടില്ല. ആവശ്യത്തിലേറെ സ്നേഹവും വാത്സല്യവും തന്നു വളർത്തി. എന്നിട്ടിപ്പോൾ ഒരു കാട്ടുപോത്തിൻ്റെ കൂടെ ജീവിക്കുന്നു. മനുഷ്യത്വമില്ല, കനിവില്ല. മാടിനെ അടിക്കും പോലെ അടിക്കും. പറഞ്ഞ സ്ത്രീധനം കൊടുത്തു തീർക്കാനായില്ല. പറഞ്ഞ പണ്ടവും കൊടുത്തില്ല. മക്കൾ രണ്ടായി. ഇനിയെങ്ങും കിട്ടുമെന്നോ? ഇനി എന്ന് കിട്ടുമെന്ന് ചോദ്യം. ശരിയാണ്, തൻ്റെ ബാപ്പയ്ക്ക് കഴിവ് കുറഞ്ഞു. താമസിക്കുന്ന പറമ്പ് 20 സെൻറ്റ് ഇല്ലേ? 10 സെൻറ്റ് വിറ്റ് പണം. എന്നും ആവർത്തിക്കുന്ന വാക്കുകൾ. ഈ 10 സെൻറ്റ് മോളുടെ പേരിൽ എഴുതിത്തരാം. നിങ്ങൾക്കിവിടെ വന്ന് ഒരു കുടിൽ കെട്ടി താമസിക്ക്. അതാണ് ബാപ്പയുടെ അഭിപ്രായം. പുറമ്പോക്കിൽ ഒരു കുടിൽ കെട്ടിയാണ് ഇപ്പോഴത്തെ താമസം. അത് ഒഴിവാക്കി സ്വന്തം സ്ഥലത്ത് താമസിക്കാം. പലതവണ പറഞ്ഞു നോക്കി. സമ്മതിക്കില്ല. എൻ്റെ ബാപ്പ 10 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിൽ എഴുതിത്തരും. അവിടെ നമുക്കൊരു വീടുണ്ടാക്കി താമസിക്കാം. ഈ പുറമ്പോക്കിനേക്കാൾ അതല്ലേ നല്ലത്? നിങ്ങളൊന്ന് സമ്മതിച്ചു തരും. കൊഞ്ചി നോക്കി. രക്ഷയില്ല. ഇല്ലടി, നിൻ്റെ പേരിലുള്ള സ്ഥലത്ത് ഞാൻ വീട് വെക്കില്ല. എൻ്റെ വീട്ടിൽ നീ താമസിക്കണം. 10 സെൻറ്റ് വിറ്റ് പൈസ കൊണ്ടുവാ. നിൻ്റെ കിളവനോട് ചെന്ന് പറ. അടി, ഇടി, ബഹളം. എത്ര തവണ സഹിച്ചു, എല്ലാം സഹിച്ചു. ബാപ്പയെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. കണ്ണീരും നെടുവീർപ്പുമായി ദിനരാത്രങ്ങൾ ഒഴുകി. ഈ കറുത്ത രാത്രിയിൽ ഇനി എന്തും സംഭവിക്കാം. കുറ്റ്യാലി എഴുന്നേറ്റു. കൈ കുടഞ്ഞു. ഫൂ! മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. അയാൾ മുറ്റത്തേക്കിറങ്ങി. ഭാര്യ പിറകോട്ട് നീങ്ങി. വാടി, നീ എവിടെയായിരുന്നുടി? ഒരു കുതിപ്പ്. മുടി ചുറ്റിപ്പിടിച്ചു. എൻ്റെ അമ്മച്ചിയെ! ഭാര്യയുടെ കരച്ചിൽ. അകത്ത് നിന്ന് കത്തിച്ച വിളക്കുമായി കൊലായിലേക്ക് കടന്നു വരികയാണ് ഷാക്കിർ. ഒരു കൈകൊണ്ട് ഉമ്മയുടെ മുടി ചുറ്റിപ്പിടിച്ച് മറ്റേ കൈകൊണ്ട് മുഖത്തടിക്കാൻ ഒരുങ്ങുകയാണ് ബാപ്പ. വേദന സഹിക്കാനാവാതെ നിലവിളിക്കുന്ന ഉമ്മ. ഷാക്കിറിൻ്റെ ഞരമ്പുകൾ ത്രസിച്ചു. രക്തം ചൂടായി. താൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെറുമൊരു കുട്ടിയാണെന്ന കാര്യം അവൻ മറന്നു. വലിയ വിപത്തിൽപ്പെട്ട ഉമ്മയെ രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് തോന്നി. എന്തു ചെയ്യണമെന്ന രൂപവുമില്ല. ശരീരം വല്ലാതെ വിറച്ചു. എങ്ങനെയോ വിളക്ക് താഴെ വെച്ചു.
വെളിച്ചം മുറ്റത്തേക്കൊഴുകി. അവൻ നിവർന്നു നിന്നു. പിന്നെ ഒരട്ടഹാസം. ബാപ്പാ! ബാപ്പ ഞെട്ടി തിരിഞ്ഞു നോക്കി. എൻ്റെ ഉമ്മയെ തൊട്ടുപോകരുത്. കുട്ടിയാലി മകൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. സിംഹക്കുട്ടിയുടെ മുഖം പോലെയുണ്ട്. അയാൾ മുടിക്കെട്ടിലെ പിടിവിട്ടു. നീട്ടിത്തുപ്പി. ഇരുമ്പ് പോലെയുള്ള കൈകൾ വീശി അയാൾ അകത്തേക്ക് കയറിപ്പോയി. കട്ടിലിൽ ചുരുട്ടിവെച്ച പായ നിവർത്തി തലയിണ നേരെ വെച്ചു മലർന്നു കിടന്നു. പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിൽ. അയാൾ ശബ്ദം തിരിച്ചറിഞ്ഞു. ഷാക്കിർ നിയന്ത്രണം വിട്ട് കരയുന്നു. ബാപ്പ കണ്ണടച്ചു കിടന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാപ്പയുടെ കൂർക്കമ്പലി. ഉമ്മ മുറ്റത്തു തന്നെ ഇരിക്കുകയാണ്. ഷാക്കിർ എഴുന്നേറ്റു. ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. കൈ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. വീട്ടിനകത്തേക്ക് കയറ്റി. നിലത്തൊരു പായ വിരിച്ചു. മോനെ ഇതിൽ കിടത്തിക്കോളിയും അവൻ പറഞ്ഞു. ഉമ്മ കൊച്ചുമകനെ പായയിൽ കിടത്തി. പിന്നെ അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. കൊച്ചുമോൻ്റെ മൂർത്താവിൽ ഉമ്മയുടെ കണ്ണീരിൻ്റെ നനവ്. ഷാക്കിർ എഴുന്നേറ്റു. കെണ്ടിയുമായി കിണറ്റിൻ കരയിൽ നടന്നു. വെള്ളം കോരി കിണ്ടിയിലൊഴിച്ചു ഒതുവുണ്ടാക്കി. പായ നിവർത്തി ഇഷാ നിസ്കരിച്ചു. പഠിച്ചു വെച്ച ദിക്റുകളെല്ലാം ചൊല്ലി. പിന്നെ ദുആയിരുന്നു. എൻ്റെ പടച്ചവനെ, ഞങ്ങൾക്ക് സമാധാനം തരണേ. ബാപ്പയുടെ സ്വഭാവം നന്നാക്കി തരണേ. നല്ല മനസ്സ് കൊടുക്കണേ. ഉമ്മയെ തല്ലുന്നത് കാണാൻ വയ്യേ. എൻ്റെ ഉമ്മ ബാപ്പമാർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കണേ. മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ ബാപ്പമാരാക്കണേ പടച്ചവനെ. ഷാക്കിറിൻ്റെ സ്വരം പതറി. തൊണ്ടയിടറി. വാക്കുകൾ കിട്ടാതായി. കവിളിലൂടെ കണ്ണീർ ചാലുകൾ ഒഴുകി. പിന്നെ കൈമുത്തി അവിടെ തന്നെ കിടന്നു. ആരുമൊന്നും കഴിച്ചില്ല. വയറു വിശന്നു പൊരിയുന്നു. ഒന്നും തിന്നണമെന്നില്ല. ഷാക്കിർ വീണ്ടും എഴുന്നേറ്റു. വാതിലടച്ചു. കുറ്റിയിട്ടു. അടുക്കളയിലേക്ക് നടന്നു. മൺപാത്രത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ചു. തണുത്ത വെള്ളം. ഗ്ലാസുമായി ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മയെ വിളിച്ചു. കൈ പിടിച്ചു വലിച്ചു. അവർ എഴുന്നേറ്റിരുന്നു. ഗ്ലാസ് കയ്യിൽ കൊടുത്തു. ഒറ്റവലിക്ക് വെള്ളം കുടിച്ചു തീർത്തു. ഇനി വേണോ? ഷാക്കിർ മെല്ലെ ചോദിച്ചു. വേണമെന്ന അർത്ഥത്തിൽ ഉമ്മ തലയാട്ടി. അവൻ അടുക്കളയിലേക്കൂടി ഒരു ഗ്ലാസ് വെള്ളം കൂടി കൊണ്ടുവന്നു. അവരത് ആർത്തിയോടെ വാങ്ങിക്കുടിച്ചു. അൽഹംദുലില്ലാ എന്ന് പറയൂ ഉമ്മ. ഉമ്മ അവനെ തുറച്ചു നോക്കി. ആ ചുണ്ടുകൾ ചലിച്ചില്ല. അൽഹംദുലില്ലാ എന്ന് പറയാൻ എന്താ ഒരു മടി? ഷാക്കിർ ഉമ്മയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവൻ ഒന്നും പറഞ്ഞില്ല. നിരാശ തോന്നി. അവൻ എഴുന്നേറ്റു. ഗ്ലാസുമായി അടുക്കളയിലേക്ക് നടന്നു. നടക്കുമ്പോൾ അവൻ്റെ നയങ്ങൾ നിറഞ്ഞൊഴുകി. എന്തൊരു ഉമ്മ, എന്തൊരു ബാപ്പ.